ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചായപ്പീടികയില് അതേപോലെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന നമ്മുടെ വെറൈറ്റി ചായക്കടിയാണ്. അതായത് നമ്മുടെ ഏലാഞ്ചിയാണ്. അപ്പൊ നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കിയാലോ? അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് ചമ്മന്തി വെക്കുക. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഉണ്ട്, അപ്പൊ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണേ. അപ്പൊ നമുക്ക് അധികം പറഞ്ഞു നിൽക്കാണ്ട് ഏലാഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? പോവാം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ? ഫോളോ മീ. അതിനാവശ്യമായത് ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് മാത്രം കാണിച്ചു തരാം, പിന്നെ അളവ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ അവില്, പിന്നെ മൈദ, ഇത് പിന്നെ പഞ്ചസാര, അതേപോലെ തന്നെ ഏലക്ക പൊടിച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഴം, ഒരു എഗ്ഗ്, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾ, അതേപോലെ ഒരു നുള്ളുപ്പിന് ആവശ്യമായ നുള്ളുപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കുക, അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു എഗ്ഗ് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പിഞ്ചുപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിനാണ് ഒരു ലൂസ് പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. കളർ വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട, ഏലാഞ്ചിയുടെ കളർ ഇതാണല്ലോ. അപ്പോൾ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇത് നന്നായി നമുക്കൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് മെൽറ്റായി വന്നപ്പോൾ ഒരു ചെറിയ തേങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്, ചിരകി വെച്ചതാണ്. അതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, കരിയാണ്ട് നോക്കണം. പിന്നെ ഒരു 2.5 സ്പൂൺ പഞ്ചസാരയും ഏലക്കയും പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബനാന ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ബനാന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കാം. എന്നിട്ട് നമുക്ക് 2 സ്പൂണ് അവിലിട്ട് കൊടുക്കാം. അതും നന്നായിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബനാനൊക്കെ ഒന്ന് ഒടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച ബാറ്റർ എടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ദോശ പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണേ. അതായത് ഇതുപോലെ നൈസായിട്ട് ഉണ്ടാക്കണേ. ഇതാ കണ്ടില്ലേ, ഇതുപോലെ വീണ്ടും ഞാനിവിടെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുക. അതാ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ദോശൻ്റെ നടുക്ക് നമുക്ക് ഫില്ലിങ്സ് വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കുക. അതാ ഇത്രയേ ഉള്ളൂ. അങ്ങനെ വീണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ അതേപോലെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വാഴൻ്റെ ഇല ചെറുതായി നൈസാക്കിയിട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് നടുക്ക് ഡെക്കറേഷനായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊണ്ടോയോ തിന്നാ ടേസ്റ്റ് കണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കടിയാണ്. ഇത് ഞാനിവിടെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ്. എനിക്ക് തന്നിട്ട് പറയാനില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് ചമ്മന്തി വെക്കുക.